യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച 2 ബൈബിൾ വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവനെന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, സുറുമ എഴുതി നടക്കുമ്പോൾ തന്നെ, കൺമഷി എഴുതി കുണുങ്ങി സന്തോഷിച്ച് ചിരിച്ച് മറിഞ്ഞ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ജീർണിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, കുളിച്ച് കുട്ടപ്പനായി നടക്കുമ്പോഴും നല്ല അടിപൊളി മിടുക്കനായി പ്രത്യക്ഷപ്പെടുമ്പോഴും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചെറിയൊരു താരൻ, ഒരു അസ്വസ്ഥത, ചെറിയൊരു സോറിയാസിന്റെ തുടക്കം, ഒരു സ്കിൻ ഡിസീസിന്റെ ആരംഭം, ഒരു ഞൊണല്, ഒരു ഉണങ്ങാത്ത മുറിവ്, പല്ലിന് മോണയ്ക്ക് ഒരു പഴുപ്പ്, ഒരു ദുർഗന്ധം, വിയർപ്പിന്റെ ദുർഗന്ധം, ഇതെന്തെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് ചില ഭിഷഗ്രന്മാര് പറയും, ഡോക്ടേഴ്സ് പറയും, ഞാൻ മാറ്റിത്തരാന്നേ, അമ്മച്ചി വിഷമിക്കണ്ടെന്നേ, ഞാൻ മാറ്റിത്തരാം. നിസാര രോഗമെന്ന് ഭിഷഗ്രൻ പറയുന്നു. പക്ഷെ ഇന്ന് രാജാവ്, നാളെ ജഡം. ഇന്ന് രാജാവായി ചെങ്കോല് പിടിച്ചവൻ നാളെ ചത്തുമലച്ച് ചീഞ്ഞ് അഴിഞ്ഞു പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും സ്വന്തപ്പെട്ടവരെല്ലാം കൈയൊഴിയുന്ന ഒരു നിമിഷം. നാം എത്രയോ നിസാരരാണ്. അഹങ്കരിക്കാൻ നമുക്ക് എന്തിരിക്കുന്നു? ഈ 2 വചനങ്ങൾ നമ്മുടെ ഉള്ളിനെ ഒരുപാട് ശാന്തമാക്കട്ടെ. എളിമപ്പെട്ട് നിൽക്കാൻ, എനിക്ക് ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നവനാണ് ഭാഗ്യവാൻ എന്നാണ് എൻ്റെ വിചാരം. നമുക്ക് കർത്താവല്ലേ ഉള്ളൂ. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവനെന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു.